എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഭൂമിയിലെ ഓരോ പച്ചപ്പിൻ നാമ്പിനും കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചകളുടെ ലോകം തീർക്കുവാനും മനസ്സിന് സമാധാനവും സന്തോഷവും ശരീരത്തിന് ഉന്മേഷവും പ്രദാനം ചെയ്യുവാൻ സാധിക്കും. പ്രകൃതിയുടെ പച്ചപ്പിന് സൗഖ്യമാക്കൽ സാധ്യമാണ് എന്ന സവിശേഷതയുണ്ട്. മനസ്സിനും ശരീരത്തിനുമേറ്റ മുറിവുകളെ വളരെ വേഗത്തിൽ തന്നെ സുഖപ്പെടുത്താനുള്ള അത്ഭുതകരമായ കഴിവ് പ്രകൃതിക്കുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഏകോപിപ്പിച്ച് പരിസ്ഥിതിയെ അറിയുവാൻ ശ്രമിക്കുമ്പോൾ അറിവിൻ്റെ പുതിയ ലോകം നമുക്ക് മുന്നിൽ തുറക്കപ്പെടും. ഈ അറിവ് മുന്നോട്ടേക്കുള്ള നമ്മുടെ ജീവിതയാത്രകൾ കൂടുതൽ സുഗമമാക്കുവാൻ ആവശ്യമായ വഴികൾ തിരഞ്ഞെടുക്കുവാൻ സഹായിക്കും. പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളെയും അവരുടെ ജീവിതത്തെയും പറ്റി നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഈ ഭൂമിയിലെ ചെറുതും വലുതുമായ ഓരോ ജീവനും നമ്മുടെ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന മഹത്തായ അറിവ് നമുക്ക് ലഭിക്കും. പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തേണ്ടത് ഭൂമിയിലെ ഓരോ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് എന്ന് നാം മറന്നു പോകാതിരിക്കുക. ഒരു ചെറിയ വിത്തിൽ നിന്ന് മുളപൊട്ടി മണ്ണിലേക്ക് വേരുകളാഴ്ത്തി കാലം കഴിയുന്തോറും വളർന്ന് നിറയെ ശിഖരങ്ങളും ഇലകളും പൂക്കളും പഴങ്ങളും നൽകി മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ആശ്രയമായി മാറുന്ന എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം സമ്പന്നമാണ് നമ്മുടെ പ്രകൃതി. നല്ലൊരു നാളേക്കും വരും തലമുറയ്ക്കും വേണ്ടി നമ്മൾ ഓരോരുത്തരാലും കഴിയുന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ശ്രമിക്കാം. പച്ചപ്പിൻ്റെ ഒരു ചെറു നാമ്പ് പോലുമില്ലാത്ത ഒരു ലോകം എത്രമാത്രം ശൂന്യമാണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിച്ചു വരുന്നു. പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടുവളർത്തിയിട്ടുള്ള വൃക്ഷങ്ങളാണ് ഇവയൊക്കെ. നമ്മുടെ വീട്ടുമുറ്റത്തെ ഈ പച്ചപ്പ് വിലമതിക്കാനാവാത്ത ഒന്നാണ്. പരിസ്ഥിതി ദിനത്തിൽ മാത്രമല്ല, അല്ലാത്ത സമയത്തും നമുക്ക് കിട്ടുന്ന ചെടികളും വൃക്ഷങ്ങളുമൊക്കെ നമ്മൾ നട്ടു വളർത്താറുണ്ട്. വീട്ടിലെ ഓരോ മരങ്ങൾക്കും ചെടികൾക്കും ഓരോ കഥകളാണുള്ളത്. ഇതൊരു ചാമ്പമരമാണ്. ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് ചാമ്പയ്ക്ക കൊണ്ടുവന്ന് അതിൻ്റെ വിത്തിട്ട് കിളിപ്പിച്ചെടുത്തതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ജൂൺ 5 നട്ടു വളർത്തിയിട്ടുള്ള ഒരു ഇരുമ്പമ്പുളിയുടെ മരമാണ്. അത് ദാ ഇത്രയും വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഇതൊരു സപ്പോട്ടയാണ്. ഇത് പേരയാണ്. നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരമാണ് മൾബറി മരം. വീട്ടിലേക്ക് ആര് വന്നാലും ആദ്യമേ അവർ പോകുന്നത് ഈ മൾബറിയുടെ ചുവട്ടിലേക്കായിരിക്കും. എപ്പോഴും നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ എല്ലാ സമയത്തും ഇതിൽ കായ്കൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ വീട്ടിൽ മരങ്ങളെല്ലാം നിലത്താണ് വെച്ചിരുന്നത്. ഇപ്പോൾ നമ്മളുടെ ഒരു സ്ഥലപരിമിതി കാരണം നമ്മൾ കുറച്ച് പ്ലാന്റുകൾ ഇപ്പോൾ ചെടിച്ചട്ടിയിലും വളർത്തിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതായത് നമ്മുടെ ഒരു അവക്കാഡോ ആണ്. മഴയൊക്കെ നന്നായിട്ട് ലഭിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ അവക്കാഡോ ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. മാവ്, പ്ലാവ് ഇതൊക്കെ നമ്മളിപ്പോൾ ചെടിച്ചട്ടിക്കകത്ത് നട്ട് വളർത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിയിരുന്ന ലൂബി മരമാണ്. അപ്പോൾ ലൂബി മരമൊക്കെ ദാ ഇത്രയായി വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമാണുള്ളത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നട്ടിരുന്ന ഇരുമ്പമ്പുളി മരമാണിത്. ദാ ഇരുമ്പമ്പുളി മരം ഇപ്പോൾ വളർന്ന് എൻ്റെ അത്രയും തന്നെ പൊക്കമൊക്കെ വെച്ചിട്ടുണ്ട്.
നമ്മൾ നട്ട് വളർത്തിയ മരങ്ങളൊക്കെ നമ്മളെക്കാൾ ഉയരം വെച്ച് അങ്ങനെ മേളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നതാണ്. പ്ലാസ്റ്റിക് മലിനീകരണം നമ്മുടെ ഗ്രഹത്തിൻ്റെ എല്ലാ കോണുകളിലും ഒപ്പം മൈക്രോ പ്ലാസ്റ്റിക് രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ പോലും വ്യാപിക്കുന്നു. പ്ലാസ്റ്റിക് മലിനീകരണത്തെ നേരിടാൻ കൂട്ടായ നടപടി സ്വീകരിക്കണമെന്ന് 2025 ലോക പരിസ്ഥിതി ദിനം ആഹ്വാനം ചെയ്യുന്നു. കാലാവസ്ഥാ പ്രവർത്തനം, സുസ്ഥിര ഉൽപ്പാദനവും ഉപഭോഗവും, കടലുകളുടെയും സമുദ്രങ്ങളുടെയും സംരക്ഷണം, ആവാസ വ്യവസ്ഥയുടെ അറ്റകുറ്റപ്പണികൾ, ജൈവ വൈവിധ്യം നിലനിർത്തൽ എന്നിവ ഉൾപ്പെടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പ്ലാസ്റ്റിക് മലിനീകരണം ഇല്ലാതാക്കേണ്ടത് അനിവാര്യമാണ്. ജീവനാധാരമായ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഇത്തവണത്തെ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ നടുന്നത് ഒരു പേരമരമാണ്. ഇത് സ്ട്രോബെറി ഗുവ എന്നറിയപ്പെടുന്ന ഇനത്തിലുള്ളതാണ്. ഇത്തവണ നമ്മൾ മരം നടുന്നത് ഒരു ചെടിച്ചട്ടിയിലാണ്. അപ്പോൾ നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള പോട്ടിംഗ് മിക്സൊക്കെ തയ്യാറാക്കി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ മരം നട്ടു കൊടുക്കാം. അങ്ങനെ ഈ ജൂൺ 5 നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തി. പരിസ്ഥിതിയെ നിസ്വാർത്ഥമായി സ്നേഹിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നന്മകളും സന്തോഷവും വന്നു ചേരും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.